Good morning. Morning. PDF കാണാമോ? ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ക്ലിയർ ആയിട്ട്? എക്കോ ഒന്നുമില്ലല്ലോ? എക്കോ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? എന്ത് പഠിച്ചു? പഠിച്ചില്ല? പറയാൻ എന്താ പഠിച്ചേ? റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയാക്കിയിരുന്നോ? വൈകി കയറണോ എന്ന് ചോദിച്ചാൽ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു, റൈറ്റ്സ് പഠിച്ചു. റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഓണസ്റ്റി, ഡിസ്ക്ലോസർ, ട്രീറ്റ്മെന്റ് കംപ്ലൈൻസ്, ഇന്റന്റ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ, ട്രാൻസ്പെറൻസി ആൻഡ് ഓണസ്റ്റി ആൻഡ് കണ്ടക്ട്. ഇവരല്ലേ പറഞ്ഞത്? കണ്ടക്ട്സിൽ, അതായത് പേഷ്യൻസിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്? I will be respecting the doctors and medical staff caring and treating me. എന്താ പറഞ്ഞേ? എന്താ പറയുന്നത് അവിടെ? അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും കെയർ ചെയ്യുന്ന നഴ്സിംഗ് ടീമിനെയും എന്താണ് റെസ്പെക്ട് ചെയ്തിരിക്കണം. അല്ലാതെ പേഷ്യന്റിന്റെ ബിഹേവിയറിൽ ഉണ്ടായിരിക്കണം റെസ്പെക്ട്. Then I will abide by the hospital facility and rules. Page number PDF page number എല്ലാവരും പറഞ്ഞോ. Page number 51. Module 6 patient rights and responsibility എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. പേജ് നമ്പർ 52. ഇതിൽ നമ്മൾ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ PGക്ക് കയറുന്ന കുട്ടികള് നിങ്ങള് ചില ക്ലാസ്സുകൾ മിസ് ആവുകയാണെങ്കിൽ നിങ്ങൾ റെക്കോർഡർ ക്ലാസ് കാണുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടൂല ക്ലാസ്സുകളെ കേട്ടോ. ഏത് ടീച്ചർ എവിടെ എടുക്കുന്നു, എന്താണ് എടുക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടി കാണാത്ത കുട്ടികള് എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡർ ക്ലാസ് കാണാം കേട്ടോ. കൃഷ്ണേന്ദ്ര എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? Okay, conduct. Okay, good morning, good morning. Yes. Then I will abide by the hospital facility rules. Hospital okay. Hospital rules and facilities എന്താണ് നമ്മള് പാലിക്കണം, പാലിച്ചിരിക്കും എന്നാണ് അവിടെ പേഷ്യന്റ് പറയുന്നത്. Then I will abide the agreed expense of the treatment that is explained to me in advance. ഓക്കെ, എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓൾറെഡി എന്താണ് നമുക്ക് ആ ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ എക്സ്പെൻസിനെ കുറിച്ചിട്ട് അവർ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അഡ്വാൻസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ആ പ്ലാൻ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എഗ്രി ചെയ്യേണ്ടത് കേട്ടോ. തുടക്കം തന്നെ എന്താണ് അവിടെ എത്രത്തോളം എക്സ്പെൻസ് ആവും എന്ന് നമുക്ക്
ഒരു പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിവോട് കൂടിയുള്ള ബിഹേവിയർ ആയിരിക്കണം പേഷ്യൻസ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊസീജിയർ കൺസേൺ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊസീജിയർ കൺസേൺ. എന്താണ് കൺസേൺ എന്ന് പറയുന്നത്? കൺസേൺ എന്താണ്? കൺസേൺ കൺസേൺ എന്താ? സമ്മതം അല്ലെ? എന്തിനുള്ള സമ്മതമാണ്? സമ്മതപത്രം. ഇൻഫോംഡ് കൺസേൺ അല്ലെ? വിവരം അറിഞ്ഞുള്ള സമ്മതം അല്ലെ? വിവരം അറിയിച്ചുകൊണ്ടുള്ള സമ്മതം. ഓക്കെ, നോക്കാം. യെസ്, the element of concern is one of the critical issue in medical treatment. The patient has a legal right to autonomy and self-determination enshrined within Article 21 of the Indian Constitution, as can refuse the treatment except in an emergency situation where the doctor need not get consent for treatment. The consent obtained should be legally valid. A doctor who treats without valid consent will be liable under the drug and criminal laws. Presumes the doctor to be an dominating position, hence the consent should be obtained after providing all the necessary information. ഓക്കെ, അപ്പൊ എന്താണ് കൺസേൺ? നമുക്കറിയാം, കൺസേൺ എന്ന് പറയുന്നത് ഒരു കൺസേൺ ഇല്ലാതെ നമുക്കൊരു രോഗിയുടെ ശരീരത്തിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധ്യമല്ല അല്ലെ? അത് ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ആ സമ്മതം പോലും ചോദിക്കാതിരിക്കുന്നത് അല്ലെ? അപ്പൊ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? കൺസേൺ ഇസ് എ ക്രിട്ടിക്കൽ ഇൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. കൺസേൺ ഇസ് എ ക്രിട്ടിക്കൽ ഇൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊസീജിയർ നടത്തുന്നതിന് മുൻപായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്താ? കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21 പ്രകാരം എന്താണ് ഒരു ലീഗൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? ലീഗൽ റൈറ്റ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. ലീഗൽ റൈറ്റ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അണ്ടർലൈൻ ചെയ്തേ. അതായത് എന്താണ് ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അവകാശം എന്ന് പറയുന്നത്? എന്താണ്? രോഗിയുടെ സ്വയം ഭരണത്തിനും തീരുമാനമെടുക്കാനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്നത്. മനസ്സിലായോ? അതായത് ഒരു രോഗിക്ക് സ്വയം ഭരണത്തിനും അതേപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നു. അതായത് ഒരു വ്യക്തിക്ക് അല്ലെ തന്റെ സ്വയം ശരീരത്തിൽ എന്താണ് ചെയ്യേണ്ടത്, തന്റെ ശരീരത്തിനെയും ചികിത്സയെ കുറിച്ചിട്ട് തീരുമാനമെടുക്കാനായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള അവകാശവും ആർട്ടിക്കിൾ 21 പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച്, എന്താണ് റൈറ്റ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം സ്വയം ഭരണത്തിനും തീരുമാനമെടുക്കാനുമുള്ള അവകാശം ഉൾപ്പെടുന്നു അല്ലെ? ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തെയും അതോടൊപ്പം തന്നെ തന്റെ ചികിത്സയെ കുറിച്ചിട്ടുള്ള പൂർണ്ണ സമ്മതം, പൂർണ്ണ തീരുമാനം എടുക്കാനായിട്ടുള്ള അവകാശമാണ് അതില് 21 പ്രകാരം, ആർട്ടിക്കിൾ 21 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോടവരെ? ഇനി ആർട്ടിക്കിൾ 21 പ്രകാരം 3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 പ്രകാരം 3 കാര്യങ്ങൾ നമ്മളെ പറയുന്നില്ല, ഞാൻ എക്സ്ട്രാ പറയുന്നതാണ് കേട്ടോ. ഒന്ന്, ഒരു ചികിത്സ നിരസിക്കാനായിട്ട്, റെഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ഒരു ചികിത്സ ഡോക്ടർ പറയുന്ന സമയത്ത് അത് വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് കേട്ടോ. അത് റെഫ്യൂസ് ചെയ്യാൻ, ഒരു ചികിത്സ റെഫ്യൂസ് ചെയ്യാനായിട്ടുള്ള പറയുന്നുണ്ട് കേട്ടോ. റെഫ്യൂസ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ എന്താണ്, വിവരങ്ങൾ അറിയാനുള്ള, ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശമുണ്ട്. നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശം. അങ്ങനെ 3 റൈറ്റ്സുകൾ ഈ 21-നകത്ത് വരുന്നുണ്ട് കേട്ടോ. 3 റൈറ്റ്സുകളായിട്ട് അതിൽ വരുന്നുണ്ട്. ഒന്ന്, ചികിത്സ നിരസിക്കാൻ, റിഫ്യൂസ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. ആ ചികിത്സയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. മാന്യമായ രീതിയിൽ ജീവിക്കാൻ അല്ലെ, റൈറ്റ് ടു ലൈഫ് എന്ന റൈറ്റ്സ് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. Has can refuse treatment except in an emergency situation where the doctor need not get consent for treatment. ഇവിടെ എന്താ പറയുന്നത്? Has can refuse treatment except in an emergency situation where the doctor need not get consent for treatment. ഇനി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലാണ് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത്, ആ സമയത്ത് കൺസേൺ ആവശ്യമുണ്ടോ? ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് ആവശ്യമുണ്ടോ? ഡോക്ടറിന് രോഗിയുടെ സമ്മതം ചോദിച്ചിട്ടായിരിക്കും ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? അല്ല. അവിടെ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? അവിടെ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്?
കൺസേണിന് ആണോ ജീവനാണോ, ആ വ്യക്തിയുടെ ജീവൻ, ആ പേഷ്യന്റിന്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അല്ലെ. സിറ്റുവേഷൻ ബേസ്ഡ് ആണ് അപ്പൊ കൺസേണിന്റെ കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരിക്കലും ഒരു ഡോക്ടേഴ്സ് എന്ത് ചെയ്യില്ല, കൺസേൺ സ്വീകരിക്കാറില്ല കേട്ടോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം. പക്ഷെ അതും റിസ്ക് തന്നെയാണ് അല്ലെ. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അത് റിസ്ക് തന്നെയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. യെസ്, അപ്പൊ 21 പ്രകാരം എന്താണ്, രോഗിക്ക് നിയമപരമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. അതേപോലെ തന്നെ ആ ചികിത്സ നിരസിക്കാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, ചില ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിൽ ഡോക്ടർക്ക് ആ ഒരു കൺസേൺ തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, the concern obtained should be legally valid. ഇപ്പൊ കൺസേൺ, ഒരു സമ്മതപത്രം എന്ന് പറയുന്നത് ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? ലീഗലി വാലിഡ് ആണോ കൺസേൺ എന്ന് പറയുന്നത്? വാലിഡ് ആയിരിക്കണം, ലീഗലി വാലിഡ് ആയിരിക്കണം അല്ലെ. കൺസേൺ മസ്റ്റ് ബി ലീഗലി വാലിഡ്, അതർവൈസ് ഡോക്ടർ ലയബിൾ അണ്ടർ സിവിൽ ഓർ ക്രിമിനൽ കേസസ്. ഇത് വാലിഡ് അല്ലെങ്കിൽ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാക്കിയുള്ള എല്ലാ ആഫ്റ്റർ എഫക്ട്സും ആർക്കാണ് വരുന്നത്? ഡോക്ടറിന് തന്നെ. വാലിഡ് ആയിട്ടുള്ള ഒരു ലീഗലി ആയിട്ടുള്ള ഒരു ലെറ്റർ അല്ല, ലീഗലി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല എങ്കിൽ എന്താണ്, ഡോക്ടറിന് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. പ്രത്യേകിച്ച് രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്താണ്, ചില രോഗികൾ മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേറെ സിറ്റുവേഷൻ, ചില പേഷ്യൻസ് കോമാ സ്റ്റേജിലായി പോയേക്കാം, അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നത്, കൺസേൺസ് നിർബന്ധമായിട്ട് പേഷ്യന്റിന്റെ സമ്മതം മൂലം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ സമ്മതം മൂലം മാത്രമാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ അനുവദിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ വാലിഡ് ആയിട്ടുള്ള ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ഇല്ലെങ്കിൽ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആഫ്റ്റർ എഫക്ട്സ് അവർ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് കേട്ടോ. യെസ്, the pursuit the doctor to be in a dominating position, hence the consent should be obtained after providing all the necessary information. Pursues the doctor to be in a dominating position, hence the consent should be obtained after providing all the necessary information. Yes, നമ്മൾ ഒരു രോഗിയിൽ നിന്നും സമ്മതം വാങ്ങിക്കുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? യെസ്, ചികിത്സയെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ നൽകിയതിനു ശേഷം മാത്രമാണ് നമ്മൾ കൺസേൺ വാങ്ങുന്നത് അല്ലെ. ശ്രമിക്കുക, എന്താണ് ചികിത്സയെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ, എന്താണ് ആ ചികിത്സ, എന്താണ് അതിന്റെ റിസ്ക്, എന്താണ് അതിന്റെ ബെനിഫിറ്റ്, എത്ര പെർസെന്റേജ് ചാൻസ് ഉണ്ട് രക്ഷപ്പെടാൻ എന്നുള്ള എല്ലാ ഇൻഫോർമേഷൻ, അതാണ് പറഞ്ഞത്. ചികിത്സയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങൾ പൂർണ്ണമായും നൽകിയതിനു ശേഷം മാത്രമാണ് നമ്മൾ കൺസേൺ വാങ്ങുന്നത് അല്ലെ. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് കൺസേൺസ് വാങ്ങുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, യെസ്. അപ്പൊ ഏത് ആർട്ടിക്കിളിലാണ് പേഷ്യൻസിന്റെ റൈറ്റ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ പറയുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 21. ഒരിക്കലും 21 എന്ന് മാത്രം പറയരുത് കേട്ടോ. ആർട്ടിക്കിൾ 21 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, അതോടൊപ്പം തന്നെ എന്താണ് ആ ഒരു അവകാശത്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ സ്വയം ഭരണത്തിനും തീരുമാനമെടുക്കാനുള്ള അവകാശം. അതായത് തന്റെ ശരീരത്തിൽ കൊടുക്കുന്ന ഏതൊരു ചികിത്സയും, അതായത് തന്റെ ശരീരത്തിൽ എന്താണോ ചെയ്യുന്നത് അല്ലെ, അതിന് പൂർണ്ണമായ സമ്മതം കൊടുക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആളെ അറിയിച്ചിട്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ തീരുമാനമെടുക്കാനുള്ള സമ്പൂർണ്ണമായ അവകാശം രോഗിക്കുണ്ട്. ഇനി ഒരു ചികിത്സ നിരസിക്കാനായിട്ടുള്ള റൈറ്റ്സ് പേഷ്യന്റിനുണ്ടോ? ചികിത്സ നിരസിക്കാൻ, റെഫ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ട് അല്ലെ. യെസ്, ഇനി ഇത് ലീഗലി വാലിഡ് ആയിരിക്കണോ? കൺസേൺ എന്ന് പറയുന്നത് ലീഗലി വാലിഡ് ആയിരിക്കണോ? ആയിരിക്കണം. ഓക്കെ, ഇനി എല്ലാ സന്ദർഭങ്ങളിലും ഡോക്ടേഴ്സ് കൺസേൺ സ്വീകരിക്കുന്നുണ്ടോ? എല്ലാ സന്ദർഭങ്ങളിലും ഡോക്ടർമാരെ കൺസേൺ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. പ്രത്യേകിച്ച് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അത് സ്വീകരിക്കാതിരിക്കുന്നത്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നേരിടുന്ന സമയത്ത്. ഓക്കെ, യെസ്. ഇനി ഇത് ലീഗലി വാലിഡ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു ക്രിമിനൽ ലോസിന് വിധേയമാക്കേണ്ടി വരും. അതായത് എന്താണ്, നിയമപരമായിട്ട് അത് തെറ്റാണ് അല്ലെ. അത് ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി പേഷ്യന്റിനെ കൺസേൺ ഇല്ലാതെ, ആ സമ്മതം ഇല്ലാതെ പ്രൊസീജിയർ ചെയ്യുന്നത് നിയമാനുസൃതമായിട്ട് അത് തെറ്റാണ് അല്ലെ.
അപ്പൊ അത്തരം സന്ദർഭങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസേൺസ് നിർബന്ധമായിട്ട് വാങ്ങിക്കുന്നത്. ഇനി ഒരു ചികിത്സയെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നൽകിയതിനു ശേഷം മാത്രമാണ് നമ്മൾ കൺസേൺ വാങ്ങുന്നത്. ഓക്കെ, പാരഗ്രാഫ് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ട്രോട്ട് എന്ന് വെച്ചാൽ പീഡനം, ക്രിമിനൽ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ട്രോട്ട് ആൻഡ് ക്രിമിനൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. The medical practice itself determines the need for return concern, ideally were the patient subjected to anesthesia, either on local or general, or where the patient is subjected to severe pain during administration of the treatment, a return concerns would be helpful. ഇനി ഇവിടെ പറയുന്നത്, ഇനി നമുക്ക് റിട്ടേൺ കൺസേൺസ് എപ്പോഴൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് റിട്ടേൺ കൺസേൺസ് വാങ്ങിക്കേണ്ടത്? നമ്മളിപ്പോ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് കൺസേൺ ആവശ്യമാണോ? ഒരാളുടെ സമ്മതം, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പായിട്ട് സമ്മതം ആവശ്യമാണോ? ഇതുകൊണ്ടാണ് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ രേഖാമൂലമുള്ളൊരു സമ്മതപത്രം വാങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കാം? അനസ്തേഷ്യ കൊടുക്കുന്നത് കൊണ്ട് പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സംഭവിച്ചേക്കാം അല്ലെ. ചില സഡേഷൻ മരുന്നുകളുടെ ആ ഒരു സഡേഷൻ മൂലം എന്താണ് ചിലപ്പോൾ ചില പേഷ്യൻസിന് പല രീതിയിൽ അത്, അതായത് ഒരു പേഷ്യന്റ് ഓക്കെ അല്ലാതെ ഒരിക്കലും നമ്മൾ അനസ്തേഷ്യ കൊടുക്കില്ല അല്ലെ. ഡോസേജ് കൂടി കഴിഞ്ഞാലുള്ള ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുന്നത് പല പേഷ്യൻസിനും അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസമായിരിക്കും അല്ലെ. എമൗണ്ട്, അനസ്തേഷ്യ എമൗണ്ട് മാറിയാൽ തന്നെ അത് വ്യത്യാസം. അപ്പൊ നമ്മൾ എപ്പോഴും ഓക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ മാത്രം, പ്രത്യേകിച്ച് ബി പി ഉള്ള ടൈമിലൊന്നും നമുക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നിർബന്ധമായിട്ട് എടുത്ത് വേണമെന്നതാണ് ഒരു റിട്ടേൺ കൺസേൺ അല്ലെ. ഒരു രേഖാമൂലമുള്ള ഒരു സമ്മതം നമ്മൾ വാങ്ങിക്കേണ്ടത്, സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഏതൊക്കെ സിറ്റുവേഷൻ, ഏതെങ്കിലും അനസ്തേഷ്യ കൊടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള സിവിയർ പെയിൻ ഒക്കെ വരുന്ന സമയത്തൊക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പോലും നമുക്ക് എന്ത് ആവശ്യമാണ്? റിട്ടേൺ കൺസേൺ വാങ്ങിക്കുന്നത് നമുക്ക് ലീഗൽ ഒരു പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും പറഞ്ഞത് കേട്ടോ. അതായത് ആ ഹോസ്പിറ്റലിനും ഡോക്ടറിനും തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ കൺസേൺ രേഖാമൂലമുള്ള സമ്മതപത്രം വാങ്ങുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, അതൊരു ബെറ്റർ ലീഗൽ പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളത് വാങ്ങിക്കുന്നത്. ഇനി there is no obligation that a doctor should always obtain written consent, and failure of which would hold him liable. However, if there is written consent, the medical practitioner would have greater aids in proving consent in case of litigation. Okay, litigation എന്ന് പറയുന്നത് എന്താണ്? litigation means behavior. അതായത് നമ്മളിപ്പോ രേഖാമൂലമുള്ള സമ്മതം വാങ്ങിച്ചാൽ പോലും ചില സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. റിട്ടേൺ കൺസേൺ ഉണ്ടെങ്കിൽ പോലും ചില സന്ദർഭം നമ്മളിപ്പോ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? യെസ്, അങ്ങനത്തെ സിറ്റുവേഷൻ രേഖാമൂലമുള്ള സമ്മതപത്രം വാങ്ങിക്കാൻ നിർബന്ധം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോ ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സോ ഫാമിലി മെമ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി വരുന്ന സമയത്താണെങ്കിൽ പോലും എന്താണ് അത് ആ ഒരു ഡോക്ടറിന്റെ പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും ഈ കൺസേൺ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ രോഗിയെ എല്ലാ വിവരങ്ങളും അറിയിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ സമ്മതം മൂലം മാത്രമാണ് ആ ഡോക്ടർ പ്രൊസീജിയർ ചെയ്തിരിക്കുന്നതിന് ആദ്യം തെളിയിക്കാൻ പറ്റുന്ന ഒരു രേഖാമൂലമുള്ളൊരു ഡോക്യുമെന്റ് ആണെന്ത് റിട്ടേൺ കൺസെന്റ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? യെസ്, അപ്പൊ അതുള്ളിടത്തോളം കാലം എന്താണ് ഡോക്ടേഴ്സിന് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ പോകുന്നില്ല അല്ലെ. എന്തുകൊണ്ടാണ്? ഈ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് MCI, അതായത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ MCI സ്റ്റാൻഡ് ഫോർ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അണ്ടർലൈൻ ചെയ്യാട്ടോ, അണ്ടർലൈൻ ചെയ്തേ. അപ്പൊ നമുക്ക് ഈ MCI കുറച്ച് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. എന്തിനെ കുറിച്ചിട്ടാണ് ഗൈഡ് ലൈൻസ് തരുന്നത്? കൺസേണുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു സമ്മതവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കൺസേൺസ്, പല രീതിയിലുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ഓപ്പറേഷന് തൊട്ട് മുമ്പ് അതായത് എന്താ പറയാ, ഒരു ഓപ്പറേഷൻ സർജറി നടത്തുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും എന്താണ് കമ്പൽസറി ആയിട്ട് ആ ഒരു ഗൈഡ് ലൈൻസ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ആ ഗൈഡ് ലൈൻസിൽ പറയുന്നത് എന്താണ്? നിർബന്ധമായിട്ട് നമ്മുടെ രോഗിയുടെയും ഫാമിലിയുടെയും സമ്മതം മൂലം മാത്രമായി, സമ്മതം വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, അത് പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് കേട്ടോ.
Okay, MCA guidelines എന്താണ് പറയുന്നത്? Written consent is compulsory before operation. കേട്ടോ, before operations. Okay, written consent വാങ്ങിക്കണം എന്നാണ് MCAയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം അവര് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, മാത്രമല്ല ഈ MCA പറയുന്ന ഗൈഡ്ലൈൻസ് എല്ലാ ഹോസ്പിറ്റൽസും ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിലാണ് അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിലാണ് എന്ത് ലീഗലി പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, next one. Okay. The Medical Council of India, MCA, has laid down the guidelines that are issued as regulations which concern record to be taken in writing before performing an operation. The MCA guidelines are applicable to operations and do not cover other treatments. For other treatments, the following may be noted a general guideline. നേരത്തെ പറഞ്ഞ ടീച്ചർ MCA എന്ന് പറയുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്ക് കൺസേണുമായി ബന്ധപ്പെട്ട് 3 രീതിയിലുള്ള കൺസേൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 രീതിയിലുള്ള കൺസേൺസ് അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചേ, ഏതൊക്കെയാണ് വരുന്നത്? ഒരു കൺസേൺ വാങ്ങുന്നതിനുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? For routine type treatment, for detailed type treatment, for complex type of treatment. Okay, അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിൽ നിന്ന് ഒരു രോഗി ഡോക്ടേഴ്സ് സമ്മതം വാങ്ങുന്നതിന് 3 ടൈപ്സിലാണ് അത് വരുന്നത്. ആദ്യത്തേത് എന്താണ്? റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണ് റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പറയാമോ? റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ പൾസ് ചെക്ക് ചെയ്യുന്നത് അല്ലെ, പൾസ് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് ടാബ്ലറ്റ്സ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പം അവര് നമ്മളോട് പറഞ്ഞിട്ട് എന്തും ചെയ്യുന്നത് ഇപ്പൊ ഡോക്ടേഴ്സ് നഴ്സുമാർ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. നോർമലി ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും ചോദിക്കാറുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുകയാണ് അല്ലെ, ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, ഈ മരുന്ന് തരുകയാണ് അല്ലെ എന്ന് പറയാറില്ലേ നമ്മളോട്. ഡെയിലി ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ പെർമിഷൻ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. ചെയ്തിട്ട് ഇപ്പൊ ബ്ലഡ് എടുക്കാനാണെങ്കിൽ പോലും നമ്മൾ ബ്ലഡ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് മാത്രം അവരിത് എടുക്കുന്നത്. കേട്ടോ, അത് റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിൽ വരുന്ന കൺസേൺ ആണ്. ഇപ്പൊ ഡെയിലി ചെക്കപ്പ് ചെയ്യാൻ പോലും എന്ത് വേണം? നമുക്ക് പേഷ്യന്റിന്റെ സമ്മതം വേണം അല്ലെ. മനസ്സിലായോ വളരെ? For routine type of treatment, implied consent would suffice. Suffice എന്ന് വെച്ചാൽ മതിയായിട്ടും എന്ത് വേണം? നമ്മളെ റുട്ടീൻ ട്രീറ്റ്മെന്റിനാണെങ്കിൽ പോലും പേഷ്യന്റ് സമ്മതം MCA പറയുന്നുണ്ട്. MCA ഗൈഡ്ലൈൻസ് പ്രകാരമാണ് നമ്മൾ അതുപോലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഡെയിലി ചെക്കപ്പ് ആണെങ്കിൽ പോലും എന്താണ് അതും പേഷ്യന്റിന്റെ സമ്മതപ്രകാരം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി എന്താന്ന് നോക്കിയേ. ഫോർ ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്താണത്? ഫോർ ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഐഡിയൽ എക്സ്പ്രസ് ഓറൽ കൺസേൺ മേ ബി നീഡഡ്. ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും അതില്? യെസ്, അവിടെ പേഷ്യന്റിന്റെ ഒരു യെസ് വേണം അല്ലെ. പേഷ്യന്റിന്റെ ഒരു യെസ് വേണം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പല ടെസ്റ്റുകൾ വരാം അല്ലെ. ലാബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ടെസ്റ്റ് വരാം, റേഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് വരാം, വൈറ്റൽ സയൻസ്, എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പേഷ്യന്റ് ഡീറ്റെയിൽ സ്റ്റഡിയാണ് അവിടെ നടക്കുന്നത്. ഡീറ്റെയിൽ ടെസ്റ്റുകളാണ് ഇതിൽ എടുക്കുന്നത്. ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഇത് ചെയ്യണമെങ്കിലും എന്ത് വേണം? ഓറൽ കൺസേൺ വേണം. ഓറൽ കൺസേൺ എന്താണ്? യെസ് അല്ലെ. ഓറൽ കൺസേൺ എന്താണ്? യെസ് അല്ലെ. സമ്മതമാണ്. യെസ് ഓർമ്മയാണ് അവിടെ വരുന്നത് അല്ലെ. യെസ് വേണം. വാക്കാലുള്ള ഒരു സമ്മതം അവിടെ ആവശ്യമാണ്. എന്തിന്? ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലുള്ള ചിലപ്പം ഇപ്പൊ ആൾക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ സംഭവിച്ചിട്ട് അതിന്റെ പ്രൊസീജിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ കാലം പൊടിഞ്ഞാലും അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ പോലും എന്താണ് നമ്മള് വാക്കാലുള്ള പേഷ്യന്റിന്റെ സമ്മതം യെസ് ആവശ്യമാണ് അല്ലെ. ഓക്കെ, ലാസ്റ്റത്തെ ഒരു സാധനം ഞാനൊരു സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ലാസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് റിട്ടേൺ എക്സ്പ്രസ് കൺസേൺ ഈസ് റിക്വയർഡ് അല്ലെ. സിവിയർ മെഡിക്കൽ കണ്ടീഷൻ ആണ് അല്ലെ. വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? ശരണ്യ. കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ റിട്ടേൺ ഏത് രേഖാമൂലമുള്ള സമ്മതമാണ് നമ്മളോട് പറയുന്നത്. ഈ രേഖാമൂലമുള്ള സമ്മതത്തിന് ഞാൻ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് എങ്ങനെയൊക്കെയാണ് കാണിച്ചു തരാം. ഓക്കെ,
ഇവിടെ നമ്മൾ എന്താണ് റിട്ടേൺ കൺസേൺ ആണ് വാങ്ങിയത്, പേഷ്യന്റിന്റെ സൈൻ ആണ് വാങ്ങുന്നത് അല്ലെ. പേഷ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സൈൻ വാങ്ങിച്ചതിന് ശേഷമുള്ള പ്രൊസീജിയർ ആണെന്ത്, കൺസേൺ ആണെന്ത്, കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. റിട്ടേൺ എക്സ്പ്രസ് കൺസെപ്റ്റ് ഈസ് റിക്വയർഡ് അല്ലെ. അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു റിട്ടേൺ കൺസേൺ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ റിട്ടേൺ എക്സ്പ്രസ് കൺസേൺ ഈസ് റിക്വയർഡ് അല്ലെ. ഓക്കെ, നമ്മുടെ മറ്റേ സിനിമയിലാണ് നമുക്ക് സർവമായ സിനിമയുടെ ലാസ്റ്റ് അവർ യെസ് പറയുന്നുണ്ടല്ലേ. യെസ്, അതെന്തിനാണ് അവിടെ എസ് പറഞ്ഞത്? ആ സിനിമയിൽ എന്തിനാ എസ് പറഞ്ഞേ? അത് ഓൾറെഡി ബ്രെയിൻ ഡെത്തായി മെഷീൻസിന്റെ ആ ഒരു സഹായത്തോടെ മാത്രമാണ് ആ കുട്ടി ജീവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ പാരന്റ്സിന്റെ സമ്മതം വേണം എന്താ ആ മെഷീൻസിന്റെ സഹായം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെ, ആ വെന്റിലേറ്ററിൽ നിന്ന് ആ പേഷ്യന്റിനെ മാറ്റാനായിട്ട്. അവിടെ എല്ലാം ഈ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിന്റെ കൺസേൺസ് ആണ് വരുന്നത് കേട്ടോ. കണ്ടോ സിനിമ ഉണ്ടോ? ഓക്കെ, വെന്റിലേറ്റർ സ്റ്റോപ്പ് ആക്കാനാണ് പറയുന്നത്. യെസ്, അവിടെയും റിട്ടേൺ കൺസേൺ ആവശ്യമുണ്ട്. 3 ടൈപ്സ് ആണ് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്ന 3 ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. റൂട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിനുള്ള കൺസേൺസ്, ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിനുള്ള കൺസേൺസ്, കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിനുള്ള കൺസേൺസ്. ഓക്കെ, 3 മനസ്സിലായോ? അല്ലേ? എസ്എഫ്ഐഎംസിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം എന്താണ് മെഡിക്കൽ കൗൺസിൽ പറയുന്നത് എന്താണ്? അതായത് നമ്മളൊരു ബിഫോർ ഓപ്പറേഷൻസിന് തൊട്ട് മുൻപായിട്ട് തന്നെ എന്താണ് കമ്പൽസറി ആയിട്ട് കൺസേൺ ആവശ്യമാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇവിടെ ഓക്കെ അല്ലേ എല്ലാവരും? What is informed concern in medicines ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. What is informed concerns in medicine? ഓക്കെ, നമുക്കറിയാം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റിന്റെ വലിയ അവകാശം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു അല്ലെ, എന്ത് ചെയ്യാനുള്ള ഒരു അവകാശം അല്ലെ, എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് എന്ന് പറയുമ്പോൾ അവരതിന്റെ സമ്മതം മൂലം അല്ലെ, തന്റെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആ ഒരു പേഷ്യന്റിന്റെ വാക്കാലുള്ള സമ്മതം മൂലം ാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ പ്രൊസീജിയർ അവിടെ കണ്ടക്ട് ചെയ്യുള്ളൂ അല്ലെ. അല്ലേ? യെസ്, അവർക്കറിയണം അവരുടെ ബോഡിയിൽ എന്താണ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. യെസ്, ഇപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഇൻഫോംഡ് കൺസേൺസ് ഇൻ മെഡിസിൻസ്. ഓക്കെ, ഇൻഫോംഡ് കൺസേൺ മീൻസ് പേഷ്യന്റ് റിസീവ് ഇനഫ് information to make an educated decision about their treatment. Okay, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. അപ്പൊ എനിക്ക് വായിച്ച് പോയിന്റ് അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, ഇനി അതൊന്ന് വായിച്ചു നോക്കിയേ, ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ് ഇൻഫോംഡ് കൺസേൺ? മെഡിസിൻസിൽ ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? മീൻസ് patient receive enough information to make an educated decision about their treatment. ഇൻഫോംഡ് കൺസേൺ എന്ന് വെച്ചാല് നമ്മുടെ എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ട് മാത്രമാണ് ആ പേഷ്യന്റിൽ നിന്ന് എന്തെടുക്കുന്നത്, അവരുടെ ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. ഒരു പേഷ്യന്റിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? തന്റെ രോഗാവസ്ഥയെ കുറിച്ച് ഡോക്ടർ വിശദീകരിക്കും അല്ലെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കും അല്ലെ. അതിനുശേഷം മാത്രമാണ് എന്ത് അവരുടെ തീരുമാനം അവിടെ എടുക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. യെസ്, എന്താണോ ആ ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം പൂർണ്ണമായി മനസ്സിലാക്കി ഉറപ്പാണോ അല്ലെ നമ്മൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ചാൽ മാത്രമാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത് അല്ലെ. യെസ്,
This may mean a physician explain the possible side effects. അപ്പൊ ഇത് എന്താണ് മെയിൻ ആയിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്? This may mean a physician explain the possible side effects, risks and benefits of a course of treatment, or informs the patient of what other treatments may be available. അതായത് ഒരു ഇൻഫർമേഷൻ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാമെന്ന് പറയുമ്പോൾ ഒരു ഫിസിഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെ എന്തെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും, അതിന്റെ സൈഡ് എഫക്ട്സ് അല്ലെ, ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴുള്ള ആഫ്റ്റർ എഫക്ട് സൈഡ് എഫക്ട്സ് എന്താണ്, ഇനി റിസ്ക് എത്രത്തോളം അപകട സാധ്യതകൾ വരുന്നുണ്ട്, ബെനഫിറ്റ്സ് എത്രയാണ്, ചിലപ്പോൾ എത്ര പെർസെന്റേജ് എന്താ രക്ഷപ്പെടാനുള്ള ചാൻസ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഇതല്ലാതെ മറ്റു ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ചാൻസ് ഓഫ് റിക്കവറി അല്ലെ, അത് രക്ഷപ്പെടാനായിട്ടുള്ള മറ്റ് ഇതല്ലാതെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, അതെല്ലാം തന്നെ എന്ത് പറയും ഡോക്ടർ ഫിസിഷ്യൻ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് ഇൻഫോംഡ് കൺസേണിംഗ് മെഡിസിൻസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ആ രോഗിയെ പൂർണ്ണമായും എല്ലാ വിവരങ്ങളും അറിയിച്ചതിന് ശേഷം മാത്രമാണ് ആ രോഗിയിൽ നിന്ന് നമുക്ക് ഡിസിഷൻ എടുക്കുന്നത്, കൺസേൺ ആകുന്നത്. ഓക്കെ, ഇപ്പൊ ഈ രോഗി ഇതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് പറയും നമ്മളാണ് അല്ലെ. ഡോക്ടർ എന്ത് പറയും, റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അല്ലെ. ഇത് ചെയ്താൽ പക്ഷെ ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം, അത് നിങ്ങൾക്ക് ഇത്ര ഉറപ്പില്ലാന്ന് പറയും ചില കാര്യങ്ങൾ അല്ലെ. അതൊരു 70%, ഒരു 90% ഒക്കെ കൊള്ളുന്നു, അല്ലെങ്കിൽ 50% പറഞ്ഞാൽ പിന്നെ ആരും അത് റിസ്ക് എടുക്കില്ല അല്ലെ. അപ്പൊ റിസ്ക് പറയുന്ന സമയത്ത് അപ്പോഴാണ് ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്, ആ ചികിത്സ നിരസിക്കുന്നത്. റിസ്ക് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ വരും അല്ലെ. മരണത്തെ ഭയക്കാത്തവരാരുമില്ല അല്ലെ, മരണത്തെ ഭയക്കാത്തവരായിട്ട് ആരുമില്ല. ചിലവരെ സംബന്ധിച്ച് ചില ഓർഗൻസിന് തകരാറൊക്കെ സംഭവിക്കാം, ചിലവരൊരു സൈഡ് തളർന്നു പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്നിരിക്കും. അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ചിലർ ആ തീരുമാനത്തിൽ ആ ഡിസിഷനിൽ നിന്ന് മാറുന്നു കേട്ടോ. സെക്കൻഡ് ചോയ്സ് അവർ ചൂസ് ചെയ്യും. Yes, it can mean patients are given enough time, if possible, to consider their options and seek a second opinion if appropriate. Okay. അപ്പോ ഇത്തരം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന്റെ കാരണം ഇതാണ്. റിസ്ക് ഒക്കെ പറയുന്ന സമയത്ത് എന്താണ് അവർക്ക് മാക്സിമം സമയം കൊടുക്കുക ആലോചിക്കാനായിട്ട് അല്ലെ. അവരുടെ കണ്ടീഷൻ അനുസരിച്ച് സമയം കൊടുത്തിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അവർ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടിയിട്ട് അപേക്ഷിച്ച് വേറെ മറ്റു ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയും ഇന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവര് തന്നെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇതെല്ലാം ആളുടെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത് കേട്ടോ. ഇൻഫോംഡ് കൺസേൺ can also mean patients are informed if treatment is recommended, as well as what might happen if they get no treatment. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കിയത്. ലാസ്റ്റ് പോയിന്റ് ഒരു രോഗി ആ ഇൻഫോംഡ് കൺസേണില് സമ്മതം മൂടുന്നത് പ്രകാരം, സമ്മതം മൂടുന്നത് അവർ എന്ത് ഏറ്റെടുത്തുകൊണ്ടാണ്, ഇത്രയും റിസ്കുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് അവർ ഏറ്റെടുക്കുകയല്ലേ ആണോ. അപകട സാധ്യതകളോട് ഏറ്റെടുക്കാൻ രോഗി തയ്യാറാണ് അല്ലെ. അപകട സാധ്യതകൾ എത്രത്തോളം ഉണ്ട് അത് ഏറ്റെടുക്കാൻ രോഗി തയ്യാറാണെന്നും എന്താണ് ഈ ഒരു കൺസേണിലൂടെ നമ്മൾ ഉറപ്പാക്കിയത് അല്ലെ. റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലർ വില്ലിങ് ആവാറുണ്ട്. ഇത്ര റിസ്ക് ഉണ്ട്, ഇത്ര ചാൻസ് ഉള്ള രക്ഷപ്പെടാനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ആ പേഷ്യന്റ് വില്ലിങ് ആവാറുണ്ട്. എന്താണ് ചിലപ്പോൾ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും, എന്നിരുന്നാൽ പോലും എന്താണ് ചിലർക്ക് ജീവനിലുള്ള ഒരു കൊതി ഉണ്ടായിരിക്കാം, പല പല കാരണങ്ങൾ അതിൽ അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ചികിത്സ നടക്കുമ്പോൾ അപകട സാധ്യതകളെല്ലാം ഡോക്ടർ വിവരിച്ചാലും എന്ത് ചെയ്യാറുണ്ട്, രോഗി അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്, അതിന് സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്. അപ്പോ ഇൻഫോംഡ് കൺസേണിംഗ് മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പേഷ്യന്റിന് തന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനുള്ള അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളെ കുറിച്ചുള്ള ധാരണകൾ കൊടുക്കുക. ആ ധാരണകളിൽ നിന്നാണ് ആളെന്ത് ചെയ്യുന്നത്, അവർ അതിലൊരു ഡിസിഷൻ എടുക്കുന്നത്. ആ ധാരണകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആളെ കുറിച്ചിട്ടുള്ള ആളുടെ കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ആണ് ഫിസിഷ്യൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ്, റിസ്ക്, ബെനിഫിറ്റ്സ്, ദെൻ അവൈലബിൾ ആയിട്ടുള്ള അതർ ട്രീറ്റ്മെന്റ്സ് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർക്ക് ആവശ്യത്തിലുള്ള സമയം എടുത്ത് തീരുമാനം എടുക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്താണ് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ടുള്ള സമയം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മാത്രം
ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും വലിയ പ്രാധാന്യം വെച്ചാൽ ഇത്രയും വിവരങ്ങൾ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഒരാളിൽ നിന്ന് സമ്മതം വാങ്ങിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ടും പേഷ്യൻസ് അതിന് തയ്യാറാവുന്നു. ഇത്രയും റിസ്ക് ഉണ്ടായിട്ട് എന്താണ് ആ പേഷ്യന്റ് അവിടെ തയ്യാറെടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമ്മൾ നോക്കുന്നത് മെഡിസിൻ, ഇൻഫോംഡ് കൺസേൺ ഇൻ മെഡിസിൻ ആണ്. ഇനി നോക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ഇൻഫോംഡ് കൺസേൺ ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറില് ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? Patient informed consent means patient understand the risks, alternatives and possible benefits of any treatment they receive. With informed consent, a patient can consent to treatment that they understand. This is important since even treatments which are meant to help a patient come with risk, and it's essential for patients to accept those risks when getting care. ഹെൽത്ത് കെയറിൽ ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതൊരു ചികിത്സ എടുക്കുന്നതിന് മുൻപും അല്ലെ, ഒരു രോഗി ഏതൊരു ചികിത്സ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിക്ക് വിധേയനാകുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് എന്താണ്, രോഗിക്ക് അതിന്റെ ബെനഫിറ്റ്സുകളെ കുറിച്ച്, അതിന്റെ റിസ്കുകളെ കുറിച്ച് അല്ലെ എല്ലാം ഡോക്ടർ വിശദമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രോഗിയുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രൊസീജിയർ അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയാണ് എന്താ ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹെൽത്ത് കെയറിലെ ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, ഏതൊരു ചികിത്സ അല്ലെങ്കിൽ ഏതൊരു സർജറിക്ക് തൊട്ട് മുൻപായിട്ട് എന്താണ് രോഗിക്ക് തന്റെ അതിന്റെ ബെനിഫിറ്റ്സും റിസ്ക് എല്ലാം പറഞ്ഞതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യുന്നു, എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം രോഗിയുടെ പൂർണ്ണ സമ്മതം നേടുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് അല്ലെ. ഹലോ, ഞാൻ ചുരുക്കി പറഞ്ഞ കേട്ടോ, സെന്റൻസ് പറഞ്ഞ പാരഗ്രാഫ് ചുരുക്കിയാണ് പറഞ്ഞത്. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ കൺവിൻസ് ചെയ്യണോ നമ്മള് ആളെ, പേഷ്യന്റിനെ കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് സമ്മതം വാങ്ങിക്കാൻ പറ്റുമോ? അതൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഡോക്ടർ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ, ഡോക്ടർ വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ അവിടെ ആളുടെ കണ്ടീഷൻ, ആദ്യം ആളുടെ കണ്ടീഷൻ ആണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ, ബെനിഫിറ്റ്സോ റിസ്കോ അല്ല, ആളുടെ കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ടീഷൻ ഇത്രത്തോളമാണ്, ഇങ്ങനെ ചെയ്താൽ ഇത്രയും റിസ്ക് ഉണ്ടാവും, ഇങ്ങനെ ചെയ്തതിന് ഇത്ര ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയും അല്ലെ. യെസ്, റിസ്ക് ബെനിഫിറ്റ്സ് ആദ്യം പറയും. പിന്നെ എന്തൊക്കെ പറയും, ഈ ചികിത്സ ഞാൻ പറയുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ നിരസിച്ചാൽ, റെഫ്യൂസ് ചെയ്താൽ, അതായത് ഇത്രയും ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടും എന്ത് ചെയ്യുന്നു, അത് വേണ്ടാന്നായിരിക്കും ചിലപ്പോൾ അവരുടെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞാലും വേണ്ടാന്ന് വെച്ചാൽ പോലും എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന്റെ റിസ്കുകൾ ഉണ്ട്, അത് വേണ്ട നിരസിച്ചാൽ പോലും എന്തുണ്ട്, നിരസിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു 3 മാസം ഇത്രയും മാസമൊക്കെ ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കും കൊടുക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ, സത്യമായിരിക്കും അല്ലെ. യെസ്, ചികിത്സ നിരസിച്ചാലുള്ള അതിന്റെ ആഫ്റ്റർ എഫക്ട്സുകൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താണ്, ശരിക്കും പറഞ്ഞ അവിടെ ഒരു സൈനിന് വേണ്ടി ഒരു ഒപ്പിടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഡോക്ടർ അവിടെ സംസാരിക്കുന്നത്. അവിടെ ഡോക്ടറും പേഷ്യന്റും തമ്മിൽ സുതാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഡോക്ടർ ഏറ്റവും നല്ല രീതിയിൽ ആ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് റിക്കവർ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും അത് പറഞ്ഞു കൊടുക്കും അല്ലെ മാക്സിമം. ചില ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെ കാണുന്നതല്ലേ ഡോക്ടർമാരെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഒരു എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ ആ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഏറ്റവും നല്ല, അവിടെ ഒരു ഒപ്പിടൽ മാത്രമല്ല, ഡോക്ടറും പേഷ്യന്റും തമ്മിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവസാന ഘട്ടത്തിലാണ് രോഗി അവിടെ തീരുമാനം എടുക്കുന്നത്. അവിടെ ഒരിക്കലും ഡോക്ടർ ഒരിക്കലും ആളെ ഫോഴ്സ് ചെയ്യില്ല, മനസ്സിലായോ? ഡോക്ടർ ഒരിക്കലും ഒരാളിൽ നിന്ന് ഫോഴ്സ് ചെയ്തിട്ടില്ല ഒരു സമ്മതപത്രം വാങ്ങുന്നത്. ഓക്കെ, അത് നിയമപരമായിട്ട് തെറ്റാണ് അല്ലെ. സ്ട്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നും ഒരു പേഷ്യന്റിൽ നിന്നും എന്താണ് കൺസേൺ നിർബന്ധപൂർവ്വം ഒപ്പിട്ട് വാങ്ങാൻ പാടുള്ളതല്ല. ഓക്കെ, യെസ്, അങ്ങനെ ചെയ്താൽ നമ്മൾ എന്താണ് അതിനെതിരെ നമുക്ക് കോടതിയിൽ പോകാൻ, സോറി കേസുകൾ ഫോളോ ചെയ്യാൻ കേട്ടോ. പിന്നെ വേറെന്താ പറയുന്നത്, ഇനി ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ കൺസേൺ പിൻവലിക്കാൻ പറ്റുമോ? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും ഈ കൺസേൺസ് പിൻവലിക്കാൻ പറ്റുമോ? അയാൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് സമ്മതമല്ലാതെ പിന്നീട് പറയാൻ പറ്റുമോ? അതെങ്ങനെ, ഒപ്പിട്ട് പോയില്ലേ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ നിരസിക്കാനുള്ള ഒരു അവകാശമുണ്ടോ? ഉണ്ട് അല്ലെ. രോഗിക്ക് ഏത് ഘട്ടത്തിലും സമ്മതം പിൻവലിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതാണ് 21
ആർട്ടിക്കിൾ 21 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളത് പറയുന്നത് അല്ലെ, തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ആ പ്രൊസീജിയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ നമുക്ക് എന്ത് ചെയ്യാം, പിൻവലിക്കാനായിട്ടുള്ള റൈറ്റ്സ് വരെ അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ടു ഏത് റൈറ്റ്സ് ആണ് പറഞ്ഞത്? റൈറ്റ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പൊ രോഗിയെ ഡോക്ടർ വ്യക്തമാക്കേണ്ട കാര്യം, ഒരു രോഗിക്ക് ഡോക്ടർ വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പിള്ളേരെ? ആളുടെ കണ്ടീഷൻസിനെ കുറിച്ച്, ബെനഫിറ്റ്സിനെ കുറിച്ച്, റിസ്കിനെ കുറിച്ച്, അതേപോലെ തന്നെ എന്താണ് ചികിത്സ റെഫ്യൂസ് ചെയ്താലുള്ള ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച്, ചികിത്സ ആള് വേണ്ടാന്ന് വെച്ചാലുള്ള അതിന്റെ ബാക്കിയുള്ള സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണ്, ആഫ്റ്റർ എഫക്ട്സുകൾ എന്തൊക്കെയാണ്, സൈഡ് എഫക്ട് അല്ല ആഫ്റ്റർ എഫക്ട്സുകൾ എന്തൊക്കെയാണ്, എത്ര നാളാള് ജീവിച്ചിരിക്കും. ഇനി ഇത് ഒരു ഒപ്പിന് വേണ്ടി മാത്രമല്ല, അതിനൊരു സൈനിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷന്റെ അവസാനമാണ് ആ പൂർണ്ണ. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവണം അല്ലെ, എല്ലാം പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും അവസാന ഘട്ടം നമുക്ക് ചെയ്തേ മതിയാവുന്നത് തീരുമാനം. ഒരിക്കലും ഒരു പേഷ്യന്റിന് സ്ട്രെസ് ചെയ്ത ആളിൽ നിന്ന് സമ്മതം വാങ്ങിക്കാൻ സാധിക്കില്ല. ഈ ഒരു പ്രൊസീജിയർ ഏത് ഘട്ടത്തിലും, അതായത് ആ പ്രൊസീജിയർ നടത്തുന്നതിന് തൊട്ട് മുൻപ് ഏത് ഘട്ടത്തിലും രോഗിക്ക് കൺസേൺ പിൻവലിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, കറക്റ്റ് ആണോ? സോറി, ഓക്കെ ആണോ? ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഈ ഇൻഫോംഡ് കൺസേൺ ഇൻ മെഡിസിനും ഇൻഫോംഡ് കൺസേൺ ഇൻ ഹെൽത്ത് കെയർ എന്നുള്ള ഭാഗം രണ്ടും വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ, സംശയമില്ലല്ലോ, ക്ലിയർ അല്ലേ എല്ലാ ഭാഗവും? ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ നല്ല ബുദ്ധിമുട്ടിലോട്ട് പോവാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. യെസ്, ഇനി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഇൻഫോംഡ് കൺസേൺ ആണ് ചോദിക്കുന്നത്. നമുക്കിത് നോർമലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിനാണ് നമ്മൾ ഇതിന്റെ പർപ്പസ് എന്താണ്, കൺസേൺ വാങ്ങിക്കുന്ന പർപ്പസ് എന്താണ് നോർമലി നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയാമോ? പർപ്പസ് എന്താണ് ഇതിന്റെ? ഇൻഫോംഡ് കൺസേണിന്റെ പർപ്പസ് എന്താണ്? ഇതിനൊരു പർപ്പസ് ഉണ്ടോ? അതിന് എന്താ ഒരു കാര്യത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കും, എന്താണത്? ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നത്, അത് മാത്രമാണോ? ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. അതേപോലെ തന്നെ എത്തിക്കൽ ആയിട്ട്, എത്തിക്കൽ മീൻസ് എന്താണ്? എത്തിക്കലിന്റെ മലയാളം ഉണ്ടോ? എത്തിക്കൽ, ധാർമ്മികം അല്ലെ? നമുക്ക് ഒരു എത്തിക്സ് ഉണ്ട്, മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കൺസേൺ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ ലീഗൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ. ഇനി ലീഗൽ ആയിട്ടുള്ള പർപ്പസസ് നോക്കിയാണ് എത്തിക്കലായിട്ട്, മെഡിക്കൽ എത്തിക്സിനെതിരായിട്ട് ആരും ഒന്നും ചെയ്യാറില്ല അല്ലെ, മെഡിക്കൽ എത്തിക്സിന് പൂർണ്ണമായിട്ട് സമ്മതമുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതിനെതിരായിട്ട് നമ്മളൊന്നും പേഷ്യൻസിന്റെ മേലെ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറുകൾ ചെയ്യാറില്ല അല്ലെ. റൈറ്റ്സുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ല, ധാർമ്മികമാണ്. എത്തിക്കലായിട്ട് വരുമ്പോൾ എന്താണ്, നമ്മുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം കൺസേൺ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓക്കെ ആക്കുന്നതിന് എന്താണ്, നമ്മൾ ഈ പ്രൊസീജിയർ എല്ലാം തന്നെ ഫോളോ ചെയ്തേ മതിയാവും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും ശ്രദ്ധിക്കുക, ഈ പർപ്പസ് പഠിക്കാൻ പോകുന്നത് 3 രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇൻഫോംഡ് കൺസേണിന്റെ പർപ്പസ് ലീഗൽ ആയിട്ട് പഠിക്കും, എത്തിക്കൽ ആയിട്ട് പഠിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് പഠിക്കും
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ചുരുക്കി ചുരുക്കി ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോകണം കേട്ടോ. പെട്ടെന്ന് ദഹിക്കണമെന്ന് ഉണ്ടാവില്ല. ഓക്കെ, informed consent has become the primary paradigm for protecting the legal rights of patients. ഇവിടെ പാരഡിഗം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് മാതൃക. ഇൻഫോംഡ് കൺസെന്റ് മാതൃക പോകുമ്പോൾ എങ്ങനെയാണ്? ഒന്ന് ലീഗൽ, എത്തിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്. കണ്ടോ, ഇതാണ് ഈ ഒരു പാരഡിഗം അല്ലെങ്കിൽ മാതൃക എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫോംഡ് കൺസെന്റിന്റെ പർപ്പസ് നമ്മൾ ഈ 3 രീതിയിലെ കോണ്ടെക്സ്റ്റുകളിലൂടെയാണ് വിവരിക്കുന്നത്. ലീഗൽ ആയിട്ട് ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രത്യേകത എന്താണ്, എത്തിക്കൽ ആയിട്ട് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് എങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹെഡ് പോയിന്റ് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, നോക്കാം. Informed consent has become the primary paradigm for protecting the legal rights of patients and guiding the ethical practice of medicine. It's used for different purposes in different contexts: legal, ethical, or administrative. Although these purposes overlap, they are not identical, thus leading to different standards and criteria for what constitutes adequate informed consent. Okay, നമ്മുടെ ഈ ഒരു ഇൻഫോംഡ് കൺസെന്റ് പർപ്പസ് നോക്കുമ്പോൾ നമ്മൾ 3 കോണ്ടെക്സ്റ്റിലൂടെ ഇത് പരിശോധിക്കും. ഈ 3 കോണ്ടെക്സ്റ്റ് നമ്മൾ ലീഗൽ വ്യത്യാസമാണ്, എത്തിക്കലി വ്യത്യാസമാണ്, അഡ്മിനിസ്ട്രേറ്റീവ്. ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഐഡന്റിറ്റിക്കൽ അല്ല, ഇതിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളില്ല. അതായത് ലീഗൽ ആയിട്ട് കൺസേണിന്റെ പ്രത്യേകതകൾ വ്യത്യാസമുണ്ട്. എത്തിക്കൽ ആയിട്ട് നോക്കുമ്പോൾ എന്താണ് ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് പറയുന്ന കാര്യത്തിൽ എന്താണ്, അത് വേറൊരു രീതിയിലാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നത് ലീഗലി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ലീഗലി ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രാധാന്യം എന്താണ്? എന്തൊക്കെയായിരിക്കും പ്രാധാന്യം? ലീഗലി രോഗികളുടെ നിയമപരമായിട്ടുള്ള റൈറ്റ്സുകൾ സംബന്ധിക്കും അല്ലെ, നിയമപരമായിട്ടുള്ള റൈറ്റ്സുകളെ സംരക്ഷിക്കുന്നു അല്ലെ, ആണോ? പ്രൊട്ടക്ട്. ഓക്കെ, ലീഗൽ റൈറ്റ്സുകളെല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്ത് രോഗികളുടെ നിയമപരമായിട്ടുള്ള എല്ലാ റൈറ്റ്സുകളും സംരക്ഷിക്കുന്നു. പിന്നെന്താണ്? നമ്മുടെ സമ്മതമില്ലാതെ, ഒരു രോഗിയുടെ സമ്മതമില്ലാതെ യാതൊരു കൺസേൺസും ഒപ്പിട്ട് വാങ്ങാനായിട്ടുള്ള ഒരു നിർവാഹവും ഇല്ല. അതെന്താണ്? ലീഗലി കോംപ്ലിക്കേഷൻസ് വരാനുള്ള ഒരു കേസസ് ആയിട്ട് മാറാനുള്ള സാധ്യത. അപ്പൊ ഒരിക്കലും ഈ ലീഗൽ കൺസേൺ നിർബന്ധമായിട്ട് ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അത് എന്താണ്? പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള പ്രൊസീജിയർ നടത്തുന്നതിനുള്ള ഒരു സംരക്ഷണം കൂടിയാണ് കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലീഗൽ ആയിട്ട് ഇവിടെ ഒരു പാരഡിഗം കാണുന്നുണ്ട്. എല്ലാവരും കാണാമോ? നിങ്ങൾക്ക് കാണാമോ? വളരെ ഇതിൽ കുറച്ച് പോയിന്റ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അത് എലാബറേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ ലീഗൽ ആയിട്ട് ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട്. പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട്, പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട് എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട്, അസാൾട്ട് എന്താണ്? അസാൾട്ട് ഒക്കെ പഠിച്ചിട്ടുള്ളല്ലേ? ആക്രമണങ്ങൾ അല്ലെ, പേഷ്യൻസിന് എതിരെ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് എന്താണ് പ്രൊട്ടക്ഷൻ. ഈ ആക്രമണം മീൻസ് എന്താണ്? ഇപ്പൊ ചിലരെ എക്സ്പ്രസ് ചെയ്ത് നിർബന്ധപൂർവമായിട്ടും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധപൂർവം പ്രൊസീജിയർ ഇൻഫോംഡ് കൺസേൺസിൽ അല്ലെങ്കിൽ കൺസേൺസിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ട് നിർബന്ധപൂർവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊസീജിയർ അവിടെ നടത്തുന്നത്. അതിനെ നമ്മൾ അസാൾട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരം ആക്രമണങ്ങളിൽ നിന്ന്, അത് ശരിക്കും അവിടെ ഒരു അസാൾട്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത്തരം ആക്രമണങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗലി ഇതിന് വാലിഡേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രൊസീജിയർ. പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രൊസീജിയർ. എന്താണ് അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ്? അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത അല്ലെ, ആവശ്യമില്ലാത്ത പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ചിലപ്പോ ചില കണ്ടീഷനിൽ ചില പേഷ്യൻസിന് ആ ഒരു പ്രൊസീജിയർ അവിടെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലെ. അത് ആരുടെ നിർബന്ധപ്രകാരം ഒരിക്കലും അവർ ചെയ്യുന്നത്? ആരുടെ നിർബന്ധപ്രകാരം ഒരിക്കലും ചെയ്യുന്നത്? ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഡോക്ടർ, പ്രധാനമായിട്ടും ഡോക്ടറുടെ നിർബന്ധപ്രകാരം, പ്രൊവൈഡറുടെ നിർബന്ധപ്രകാരമായിരിക്കും ആ ഒരു പ്രൊസീജിയർ അവർ സമ്മതം മൂളേണ്ടി വരുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് നമ്മൾ ഈ കൺസേൺസ് ലീഗൽ ആക്കിയിരിക്കുന്നത്.
അങ്ങനെ ആർക്കും നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാൻ പാടില്ല, ഒരു അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ് അവിടെ നടത്താനായിട്ട് സാധിക്കില്ല. അതിന് നിയമപരമായിട്ട് അവർക്ക് പേഷ്യൻസിന് നമ്മൾ അതിന്റെ പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലീഗൽ കോണ്ടെക്സ്റ്റിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, അവർക്ക് അസാൾട്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷനിൽ നിന്നുള്ള സംരക്ഷണം. മനസ്സിലായോ? ഇനി എത്തിക്കൽ ആയിട്ടുള്ള നോക്കാം. എത്തിക്കൽ, പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്. പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ധാർമ്മിക സന്ദർഭത്തിൽ ഈ കൺസേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ്? ഇവിടെ നമ്മൾ പേഷ്യൻസിന്റെ റൈറ്റ്സിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? പേഷ്യൻസിന് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? അവർ എടുക്കുന്ന തീരുമാനത്തിനൊരു റെസ്പെക്ട് കൊടുക്കുക. റെസ്പെക്ട് ദ പേഷ്യന്റ് റൈറ്റ്സ്. അതാണ് അല്ലെ, റെസ്പെക്ട് ദ പേഷ്യന്റ് റൈറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ്. സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ്. എന്താണ് പേഷ്യന്റിന്റെ ഗോൾസ് എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്താണ് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്? എന്താണ്? ഗുഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെ? അതാണ് ഗുഡ് ട്രീറ്റ്മെന്റ് നേടിയ അസുഖം പൂർണ്ണമായി മാറ്റിയെടുക്കുക, അല്ലെ? മാറാ എന്നാണ് അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ പൂർണ്ണ ധാരണ എങ്ങനെയാണ് ഈ അസുഖം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ കൊണ്ട് സഹായിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ട് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണമായ ഒരു ഗോൾ ഉണ്ട്. അത് തന്നെയാണ് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊസീജിയറിന് സമ്മതം മൂടുന്നത്, അല്ലെ? അവരെ ട്രസ്റ്റ് ചെയ്യാണ് ശരിക്കും ഹോസ്പിറ്റലിൽ. അപ്പൊ അവരുടെ ആ ഒരു ഗോളിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് കേട്ടോ. യെസ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കൺസേണുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ് എന്തൊക്കെയാണ് വരുന്നത്? Document that the parties were involved in the informed consent process. Document that the parties were involved in the informed consent process. ഇതാണ് പാർട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് പാർട്ടീസ്? പാർട്ടികൾ എന്ന് പറയുമ്പോൾ പേഷ്യന്റും പ്രൊവൈഡറും ആണോ അവിടെ വരുന്നത് കേട്ടോ. ഇൻഷുറൻസ് അല്ല, പേഷ്യന്റും പ്രൊവൈഡറാണ്, പേഷ്യന്റും ഡോക്ടറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇൻഫോം കൺസേൺ പ്രോസസ്സ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഡോക്യുമെന്റ്സില്? പേഷ്യന്റ് റിസ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അത് ഏത് പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സുകൾ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും, ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, പേഷ്യന്റും ഡോക്ടറും ആണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഏത് ട്രീറ്റ്മെന്റ് ആണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും ഇതിലുണ്ടായിരിക്കും, ആ ഒരു ഡോക്യുമെന്റിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് പ്രോസസ് ഏത് ഇൻഫോംഡ് കൺസേൺ പ്രോസസ് ആണോ നമ്മളവിടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് തികച്ചും ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. നമ്മളത് എന്തിനാണ്? ലീഗലി പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് ട്രീറ്റ്മെന്റ് ആണ്, ഏത് ഡോക്ടറാണ്, ഏത് പ്രൊസീജിയർ ആണ്, എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും, എല്ലാ വിശദാംശങ്ങളും എന്തിലുണ്ടായിരിക്കണം? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് തയ്യാറാക്കുന്ന ഒരു എന്തിലുണ്ടായിരിക്കണം? ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, then provide efficient safeguards to ensure nominal fulfillment of ethical and legal requirements. Provide efficient safeguards to ensure nominal fulfillment of ethical and legal requirements. എന്തായിരിക്കും ഈ ഒരു പോയിന്റിൽ പറയുന്നത്? യെസ്, എത്തിക്കൽ ആൻഡ് ലീഗൽ പ്രൊസീജിയേഴ്സ് പാലിക്കുന്നുണ്ടോ എന്ന്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ അതിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 3 പാരഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേണുമായി ബന്ധപ്പെട്ട് വരുന്ന പർപ്പസ് ഏതാണ്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഏതാണ്? ഈ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്
ഈ പാരഡിഗത്തില് കൺസേണുമായി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആണോ? ലീഗൽ ആണ് കേട്ടോ, ലീഗൽ ആണെന്ന് ഉറപ്പ് വരുത്താന്നുള്ളത് മാത്രമേ ഉള്ളൂ അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സിൽ വരുന്നത് അല്ലെ. പക്ഷെ ലീഗൽ പ്രൊട്ടക്ഷൻ എല്ലാ തരത്തിലും പേഷ്യൻസിന് കൺസേണുമായി ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഇനി ഇതൊക്കെ ഈ പാരഡിഗം ഒക്കെ അല്ലാതെ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ഞാനത് വായിച്ച ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ അത് പറഞ്ഞാണ്. നിങ്ങളത് മാക്സിമം നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് മൂന്നും എടുത്തു തുടങ്ങാം. ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.